പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് അലീറ്റ. ഞാൻ മൈസൂരിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു MSc B.Ed ഗ്രാജുവേറ്റ് ആണ്. ഞാനിപ്പോൾ 2 ഇയേഴ്സായി പാസ് ഔട്ട് ആയിട്ട്. അപ്പോൾ ഞാൻ അപ്പോൾ തൊട്ട് ഡിഫറെൻറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണതാണ്. പിന്നെ ഈ വർഷം ഞങ്ങളുടെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സ് ത്രൂ എനിക്കൊരു ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്ന് ഇൻ്റർവ്യൂ കോൾ ലഭിച്ചു. അപ്പം ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെ വെറുതെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാമെന്ന രീതിയിൽ അറ്റൻഡ് ചെയ്ത്. അപ്പം ഞാൻ തേൻ ഉപയോഗിച്ചിട്ടുണ്ടായി. ഇൻ്റർവ്യൂവിന് മുമ്പ് തേൻ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായി. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവരെനിക്ക് കൺഫർമേഷൻ തന്നു ഞാൻ സെലക്റ്റഡ് ആയെന്ന്. ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സെലക്റ്റഡ് ആയെന്ന് അവർ കൺഫർമേഷൻ തന്നു. അത് കഴിഞ്ഞിട്ട് അവർ ഓഗസ്റ്റിലാണ് ജോയിൻ ചെയ്യേണ്ട എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്തതെന്നാണ് പറഞ്ഞത്. പക്ഷേ കുറേ തടസ്സങ്ങളുണ്ടായി. വിസ ലഭിക്കാൻ തന്നെ എനിക്ക് ആദ്യം മിനിസ്ട്രി ലെവലിലോട്ട് അപ്രൂവൽ കിട്ടണമായിരുന്നു, കുവൈറ്റ് മിനിസ്ട്രിയിൽ നിന്ന്. അപ്പോൾ അതിന് കുറേ തടസ്സങ്ങളുണ്ടായി. അപ്പോൾ ഇതൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അതിൻ്റെ ഫലമായിട്ട് മിനിസ്ട്രി ലെവലിൽ നിന്ന് എനിക്ക് അപ്രൂവൽ ലഭിക്കുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ വിസ കിട്ടുകയും ചെയ്തു. അപ്പോൾ മെയിൻലി മിനിസ്ട്രി ലെവലിൽ അപ്രൂവൽ പ്രശ്നമെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചത് ഒരു ഇൻറ്റഗ്രേറ്റഡ് കോഴ്സായിരുന്നു. അപ്പോൾ ആ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്രൂവൽ എല്ലാം ശരിയായി. പിന്നെ എനിക്കിപ്പോൾ വിസ കിട്ടി. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മെഡിക്കലായിരുന്നു. അപ്പോൾ മെഡിക്കലിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെ ഫലമായി മെഡിക്കലും ക്ലിയർ ചെയ്ത് ഇപ്പോൾ ഇനി സ്റ്റാമ്പിങ്ങിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസംബർ എൻഡ് അല്ലെങ്കിൽ ജനുവരി ബിഗിനിങ്ങിനുള്ളിൽ എനിക്കിപ്പോൾ കുവൈറ്റിലോട്ട് പോകാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട്, കൃപാസന അമ്മയുടെ മാധ്യസ്ഥം വഴി. പിന്നെ നെക്സ്റ്റ് വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സിസ്റ്ററുടെ ജോബിന് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ടായി. അവൾ KVയുടെ എക്സാമും ഇൻ്റർവ്യൂവും രണ്ടും അപ്പിയർ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതും ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായി ഒരു ഇൻറ്റൻഷൻ. അപ്പോൾ അത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്കിപ്പോൾ KV സ്കൂളിൽ ഒരു പെർമനൻറ്റ് ജോബ് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ലൈഫിലും ഭയങ്കര ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. നേരത്തെയൊക്കെ ഗ്രോസറി മെക്കാനിക്കലായിട്ട് വെറുതെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണമായിരുന്നു, ഒരു മീനിങ്ങും അങ്ങനെ മനസ്സിലാക്കാണ്ട് വെറുതെ ചെല്ലുമായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത ഫലമായിട്ട് എനിക്കിപ്പോൾ റോസറി നല്ല മീനിങ് ഫുള്ളായിട്ട് ഒരു റിലേഷൻഷിപ്പ് മദർ മേരിയുടെ അടുത്ത് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ ഹോളി മാസിനും എല്ലാ ദിവസവും പോകാൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം 3:20 നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ആഗ്രഹിക്കുന്നതിലും ചോദിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് നമുക്ക് തിരുവചനങ്ങൾ നമ്മോട് അരുളി ചെയ്യുക. ഇവിടെ എങ്ങനെയാണ് അലീറ്റ ഇന്ന് ഓൺലൈൻ ഉടമ്പടിയുടെ സാക്ഷ്യമാണ് ഈ മകൾ പങ്കുവയ്ക്കുക. ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് തൻ്റെ ജോബുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. തൻ്റെ വിസ തടസ്സങ്ങൾ നേരിടുമ്പോഴാണ്. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് വിസ പ്രോസസ്സിങ്ങിന് തടസ്സങ്ങൾ നേരിടുമ്പോൾ ഈ മകൾ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും തൻ്റെ ആത്മീയ ജീവിതത്തിലൊക്കെ വന്ന മാറ്റങ്ങൾ, റോസറിയൊക്കെ മീനിങ് ഫുള്ളായിട്ട് പ്രാർത്ഥിക്കുന്നതിന് ഒരു മെക്കാനിക്കൽ എന്നാണ് ഈ മകൾ പറഞ്ഞത്. ആ ലെവലിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന താൻ എങ്ങനെയാണ് മീനിങ് ഫുള്ളായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങിയത്. ഇന്നത് തനിക്ക് തൻ്റെ ജീവിതത്തിൽ അനുഭവമായി മാറുന്നു. ജപമാല പ്രാർത്ഥിക്കുക എന്നുള്ളത്, അതുപോലെ കൂദാശ ജീവിതവും അനുദിന ദിവ്യബലിയുമൊക്കെ, അതിനൊക്കെ ഒത്തിരിയേറെ പ്രാധാന്യം ഉടമ്പടി എടുത്തതിന് ശേഷം തൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ താൻ അതിലേക്ക് മാറി. അങ്ങനെയൊക്കെ തൻ്റെ ജീവിതത്തിലെ മാറ്റം വന്നു. അതുപോലെ ഈ മകൾക്കും ജോലി ലഭിച്ചു ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി. പിന്നീട് തൻ്റെ സഹോദരിക്കും സെൻട്രൽ ഗവൺമെൻറ്റിൽ KVയുടെ പെർമനൻറ്റ് ജോബ് കിട്ടി. അപ്പോഴങ്ങനെ രണ്ടുപേരും ട്വിൻസാണ്. അപ്പോൾ ആ മകൾ ഇന്നിവിടെ വന്നിട്ടില്ല. രണ്ടുപേർക്കും ജോലി ലഭിച്ചതിൻ്റെ നന്ദിയായിട്ട് ഈ മകൾ ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുമ്പോൾ തങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കൂദാശ ജീവിതത്തിലൊക്കെ കിട്ടിയ അനുഭവങ്ങൾ, തങ്ങൾക്ക് വളരാൻ സാധിച്ചത്, ഈശോയുടെ സ്നേഹത്തിലേക്ക് അടുക്കാൻ സാധിച്ചത്, ഇതിനൊക്കെ ഈ മക്കൾ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.